വൈക്കേഴ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്നത് കുവൈറ്റിൽ തന്നെ ഒരു ഡെസർട്ട് ക്യാമ്പിങ്ങിന് വേണ്ടിയിട്ടാണ്. ആദ്യം ഒറ്റയ്ക്ക് പോകാനാണ് തീരുമാനിച്ചത്. പോകാൻ വണ്ടിയിലേക്ക് സാധനങ്ങളും മറ്റും എടുത്ത് വയ്ക്കുന്ന സമയത്താണ് ആൽബിൻ വന്നിട്ട് പറഞ്ഞത്, ആൽബിൻ നമ്മുടെ ഒരു സുഹൃത്താണ്, ആൽബിൻ വന്നിട്ട് പറഞ്ഞത് അവനും വരുന്നു എന്ന് പറഞ്ഞു. എന്തായാലും പെട്ടെന്നുള്ള തീരുമാനമായിരുന്നു. അവനെയും കൂട്ടി നേരെ ഡെസർട്ടിലേക്ക് പോയി. നമ്മൾ പോകുന്നത് ബുബിയാൻ ഐലൻഡിനടുത്തുള്ള ഒരു ഡെസർട്ടാണ്. അവിടേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മൾ ജാബർ ബ്രിഡ്ജ് ക്രോസ് ചെയ്തിട്ട് വേണം അങ്ങോട്ടേക്ക് പോകാനായിട്ട്. നമ്മൾ ഏകദേശം വൈകുന്നേരം ഒരു 5 മണിയായപ്പോഴത്തേക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. നമ്മൾ ജാബർ ബ്രിഡ്ജിലേക്കാണ് ഈ വന്ന് കയറിയത്. നമുക്ക് വലതുവശത്ത് ഈ കാണുന്നതാണ് ഷുവൈക്ക് പോർട്ട്. കുവൈറ്റിലെ ഏറ്റവും വലിയ പോർട്ടാണിത്. ഇവിടെ നിന്നാണ് ജാബർ ബ്രിഡ്ജ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 36 കിലോമീറ്ററാണ് ജാബർ ബ്രിഡ്ജിൻ്റെ മൊത്തം നീളം. 2013 നവംബർ 3 പണി തുടങ്ങി 2019 മെയ് 1 പണി അവസാനിപ്പിച്ച് ഉദ്ഘാടനം ചെയ്ത ജാബർ ബ്രിഡ്ജിൻ്റെ മൊത്തം ചെലവ് ഏകദേശം $3.6 ബില്യൺ. നമ്മൾ പാലത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് 2 ആർട്ടിഫിഷ്യലായിട്ടുള്ള ഐലൻഡുകൾ കാണാം. പക്ഷേ അതിൻ്റെ പണി കംപ്ലീറ്റ് ആയിട്ടില്ല. അതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ആ വർക്ക് കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ ഈ പാലത്തിലൂടെയുള്ള യാത്ര ഒരു വല്ലാത്ത ഫീലായിരിക്കും സഞ്ചാരികൾക്ക് സമ്മാനിക്കുന്നത്. ഈ പാലത്തിൽ നിന്ന് നോക്കിയാൽ കാണുന്ന കുവൈറ്റ് സിറ്റിയുടെ കാഴ്ച അതിമനോഹരമാണ്. അത് രാത്രിയും പകലും വ്യത്യസ്തമായ ഒരു അനുഭവമാണ് നമുക്ക് തരുന്നത്. അങ്ങനെ നമ്മൾ ബ്രിഡ്ജ് ക്രോസ് ചെയ്ത് ഇപ്പുറത്തെത്തി. റോഡിൽ കുറേ ഭാഗങ്ങളിൽ മണൽക്കാറ്റടിച്ച് മണ്ണ് കയറി കിടപ്പുണ്ട്. എന്തായാലും ഇവിടെ കൊണ്ട് റോഡ് കഴിഞ്ഞ് ഇനി നമുക്ക് ഡെസർട്ടിലൂടെ വേണം മുന്നോട്ട് യാത്ര ചെയ്യാനായിട്ട്. അങ്ങനെ നമ്മൾ മരുഭൂമിയിലൂടെ ഏകദേശം ഒരു 10 കിലോമീറ്റർ വണ്ടി ഓടിച്ച് മുന്നോട്ട് പോയി. നമ്മളൊരു നിരപ്പായ പ്രദേശത്തെത്തി. അവിടെ നമുക്ക് മുന്നേ ആരോ ടെൻ്റ് അടിച്ചിട്ടുണ്ട്. അത് പൊളിച്ചുകൊണ്ട് പോയതാണ്. എന്തായാലും ആ സ്ഥലം കൊള്ളാം. അപ്പോൾ നമ്മൾ അവിടെ എന്തായാലും ടെൻ്റ് അടിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഞാനും ആൽബിനും കൂടെ ടെൻറ്റിൻ്റെ പരിപാടികളെല്ലാം തുടങ്ങി. ആൽബിൻ കുവൈറ്റിൽ വന്നിട്ട് ഏകദേശം 2 വർഷമായെങ്കിലും ആദ്യമായിട്ടാണ് ഡെസർട്ടിലേക്ക് വരുന്നത്. ആൽബിന് വലിയ പ്രായമൊന്നുമില്ല. ആൽബിൻ കൊച്ചു ചെറുക്കനാണ്. അതിൻ്റേതായിട്ടുള്ള ഒരു എക്സൈറ്റ്മെൻറ്റും അല്പം കുരുത്തക്കേടും ഒക്കെ ഉള്ള ഒരു കൊച്ചു പയ്യനാണ് ആൽബിൻ.
ഒരു 10-15 മിനിറ്റ് കൊണ്ട് ടെൻ്റ് അടിച്ച് കഴിഞ്ഞു. അത്യാവശ്യം നല്ല കാറ്റുണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ടെൻ്റെല്ലാം അടിച്ച് കഴിഞ്ഞ് എന്തായാലും ഒരു കട്ടൻ ചായ കുടിക്കാമെന്ന് തീരുമാനിച്ച്. ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കാണ് സാൽമിയിൽ നിന്ന് സാമ് വിളിക്കുന്നത്. സാമിന് ഡെസർട്ടിലേക്ക് വരണം. അങ്ങനെ എന്തായാലും ചായ കുടിച്ചതിന് ശേഷം ഞങ്ങൾ ടെൻ്റെല്ലാം അവിടെ വിട്ട് നേരെ സാമിനെ വിളിക്കാനായിട്ട് സാൽമിയിലേക്ക് പോന്നു. സാമിനെയും കൂട്ടി തിരികെ ടെൻറ്റിലെത്തിയപ്പോഴത്തേക്ക് ഏകദേശം സമയം രാത്രി 10 മണി അടുത്തായി. വന്ന ഉടനെ തന്നെ പിന്നെ ഫുഡ് ഉണ്ടാക്കാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ തുടങ്ങി. നമ്മളതിൻ്റെ പ്രിപ്പറേഷനൊക്കെ തുടങ്ങുമ്പോഴത്തേക്കും മഴ പെയ്ത്. അങ്ങനെ മഴ കാരണം നമുക്ക് പുറത്ത് നിന്ന് എന്തായാലും ഒന്നും കുക്ക് ചെയ്യൽ നടക്കത്തില്ല. അപ്പോൾ ഞങ്ങൾ ഗ്രില്ലും കാര്യങ്ങളും എല്ലാം നേരെ ടെൻറ്റിൻ്റെ ഉള്ളിലേക്ക് മാറ്റി. ഏകദേശം ഒരു മണിക്കൂറോളം മഴ പെയ്ത്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് മഴ ഒന്ന് ശമിച്ചപ്പോൾ ഞങ്ങൾ വീണ്ടും കുക്കിംഗ് പുറത്തേക്കാക്കി. പക്ഷെ മഴ പെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് മൊത്തത്തിൽ കാലാവസ്ഥ വളരെ നല്ലൊരു കാലാവസ്ഥയായി. ആ പൊടിയുടെ ഇതെല്ലാം മാറി, കാറ്റും കുറഞ്ഞു, നല്ലൊരു തണുത്ത കാലാവസ്ഥയും കാര്യങ്ങളൊക്കെ ആയി. എന്തായാലും നല്ലൊരു ഫീലായിരുന്നു ആ കാലാവസ്ഥ. ഭക്ഷണം കഴിക്കാൻ സമയമായപ്പോഴത്തേക്ക് നല്ല തണുത്ത കാറ്റൊക്കെ വീശുന്നുണ്ട്. നല്ലൊരു ആംബിയൻസാണ് ഇപ്പോൾ ഇതിന് ചുറ്റും. നമ്മൾക്ക് വൈകിട്ട് കഴിക്കാനുള്ള ഫുഡ് ബീഫ് കബാബും ചിക്കൻ തന്തൂരിയും പിന്നെ കുബൂസും അതുകൊണ്ട്. ഫുഡ് കഴിച്ച ഉടനെ തന്നെ ആൽബിൻ എന്തായാലും ഉറങ്ങാനായിട്ട് പോയി. ഞാനും സാമും വീണ്ടും കുറേ നേരം എന്തൊക്കെയോ സംസാരിച്ച് അങ്ങനെ ഇരുന്ന് ഭക്ഷണം കഴിച്ചതിന് ശേഷം നമ്മൾ കുറച്ച് നേരം ടെൻറ്റിന് ചുറ്റും നടന്ന്. എന്തായാലും നല്ല ഇടിയും മിന്നലും ഉണ്ട്. ഒരു മഴ വീണ്ടും പെയ്യാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട്. കഴിഞ്ഞ യാത്രയെക്കുറിച്ചും അടുത്ത് പോകാൻ പോകുന്ന യാത്രയെക്കുറിച്ചുമൊക്കെ ഒരുപാട് നേരം സാമും ഞാനുമായിട്ട് സംസാരിച്ചിരുന്നതിന് ശേഷമാണ് ഉറങ്ങാൻ പോയത്. സമയം പോയതറിഞ്ഞില്ല. ഞങ്ങൾ കിടക്കുമ്പോഴത്തേക്ക് ഏകദേശം വെളുപ്പിന് 4 മണിയായി. രാവിലെ എഴുന്നേറ്റ് നമുക്ക് തിരിച്ച് കൊണ്ടുപോകാനുള്ള സാധനങ്ങളെല്ലാം കുറേയൊക്കെ പാക്ക് ചെയ്ത് വെച്ചു. അതിനുശേഷം ടെൻ്റ് അഴിക്കുന്നതിന് മുമ്പായിട്ട് എന്തായാലും നമുക്കൊരു ചായ കുടിക്കാമെന്ന് പറഞ്ഞ് ചായയൊക്കെ ഇട്ട് ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കാണ് ശരിക്കും നമ്മളത് കണ്ടത്. ഏറെ ഒട്ടകങ്ങൾ നമ്മളുടെ ടെൻറ്റിന് നേരെ നടന്നു വരുന്നത്. ആദ്യം ഒന്ന് പേടിച്ചെങ്കിലും അതുങ്ങൾ അടുത്ത് വന്ന് കുറച്ച് നേരം നമ്മുടെ അടുത്തൊക്കെ ഇങ്ങനെ നിന്നപ്പോഴത്തേക്ക് എന്തായാലും അത് ഉപദ്രവിക്കുന്ന ഇതൊന്നും കണ്ടില്ല. അങ്ങനെ വലിയ ഉപദ്രവമൊന്നുമില്ല. അതുങ്ങളെന്തെങ്കിലും ഭക്ഷണം കിട്ടുമോ എന്നുള്ള ഇതിലിങ്ങനെ നമ്മൾ കൊണ്ടുവന്ന് സാധനങ്ങൾ തിരിച്ച് കൊണ്ടുപോകാനായിട്ട് പാക്ക് ചെയ്ത് വെച്ചിരുന്ന ആ പ്ലാസ്റ്റിക് ബാഗെല്ലാം ഇങ്ങനെ മണത്ത് നോക്കുവാണ്.
നിങ്ങളുടെ കൂടെ ആയി. ഇല്ല അങ്ങനെ നമ്മൾ തിരിച്ച് കൊണ്ടുപോരാനായിട്ട് പാക്ക് ചെയ്ത് വെച്ചിരുന്ന കുറച്ച് വെജിറ്റബിൾ, സവോള, ബാക്കി കുക്കമ്പർ, അങ്ങനെയൊക്കെയുള്ള കുറച്ച് സാധനങ്ങളെല്ലാം വരുന്നത് കുറേശ്ശെ എടുത്ത് അവർക്ക് കൊടുക്കാൻ തുടങ്ങി. അത് കൊടുത്തത് ഒരബദ്ധമായി പോയെന്ന് പിന്നീട് തോന്നി. കാര്യം എല്ലാവരും പിന്നെ അതിന് ചുറ്റും, ആ ടെൻറ്റിന് ചുറ്റും ഇങ്ങനെ ചുറ്റിപ്പറ്റി നിൽക്കുവാണ്, പോകുന്നില്ല. നമ്മൾ എത്രയൊക്കെ ഓടിച്ചു വിട്ടിട്ടും അതുങ്ങൾ പോകുന്നില്ല. ഇടയ്ക്ക് കയറി കയറി ചെല്ലല്ലേ കാല്. ഫിനിഷ്. നമുക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒപ്പം ഓടി മാറാനൊന്നും പറ്റത്തില്ല. അതിഭയങ്കരന്മാരാണ് ഇവർ ഓട്ടത്തിൻ്റെ കാര്യത്തിൽ. നാളെ കളിയാക്കും. അങ്ങോട്ടങ്ങ് എറിഞ്ഞാൽ മതിയേ. ഓടി നിൽക്കത്തില്ല, ഓടി പോയെന്ന് കൂടി വരും. എന്തായാലും കുറേ നേരം നമ്മൾ ഒട്ടകങ്ങളോടൊപ്പം സമയം ചിലവഴിച്ച് അവരുടെ ഫുഡ് എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് എന്തായാലും അവരവരുടെ അടുത്ത സ്ഥലം തിരക്കി അവരങ്ങ് പോയി. ഞങ്ങളുടെ ടെൻ്റെല്ലാം അഴിച്ച് ഞങ്ങളും തിരിച്ച് ഡെസർട്ടിൽ നിന്ന് വീട്ടിലേക്ക് യാത്രയായി. അതുപോലെ തന്നെ നമ്മൾ ഡെസർട്ടിൽ വന്ന് തിരിച്ചു പോകുമ്പോൾ നമ്മൾ കൊണ്ടുവരുന്ന പ്ലാസ്റ്റിക് ബാഗുകളും മറ്റുമൊക്കെ അതുപോലെ തന്നെ നമ്മൾ തിരിച്ച് കെട്ടിക്കൊണ്ടുപോകണം. അത് കഴിയുന്നതും ഇവിടെ ഡെസർട്ടിൽ ഉപേക്ഷിച്ച് പോകരുത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇതുപോലുള്ള ആടുകളും ഈ ഇപ്പോൾ കാണുന്ന പോലെ തന്നെ ഒട്ടകങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പോൾ അതുങ്ങൾ ആ പ്ലാസ്റ്റിക്കിനകത്ത് ഫുഡ് ഉണ്ടെങ്കിൽ അതതുപോലെ തന്നെ എടുത്ത് കഴിക്കും. അപ്പോൾ കഴിയുന്നതും അത് ചെയ്യാതിരിക്കുക. അപ്പോൾ ഇനി മറ്റൊരു സ്ഥലത്തെ കാഴ്ചകളും വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നിടം വരെ എല്ലാവർക്കും ബൈ ബൈ.